ഹായ് ഹലോ, ഹോം മെയ്ഡായിട്ടുണ്ടാക്കിയ തൈന റെസിപ്പിയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. കടയിൽ നിന്ന് നമ്മൾ ബോട്ടിലെടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ തൈനയും വെള്ളവും ഓയിലും മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ അത് എന്ത് ഓയിലാണെന്നുള്ളൊരു സംശയത്തിൻ്റെ മേലെ വീട്ടിലുണ്ടാക്കണം. അപ്പോൾ ചുവട് കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് 1 കപ്പ് വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഗോൾഡൻ നിറം ആകുന്നത് വരെ വറുത്തെടുക്കാം. ഇതിപ്പോൾ പാകത്തിനുള്ള നിറമായിട്ടുണ്ട്. ഇനി ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. നമ്മൾ വറുത്ത പാത്രത്തിൽ തന്നെ ഇരുന്നാൽ ചിലപ്പം അടിഭാഗം ഒന്നും കൂടെ കരിഞ്ഞു പോകും. ഇനി ചെറുതായിട്ടൊന്ന് ചൂടാറട്ടെ, എന്നിട്ട് പൊടിച്ചെടുക്കാം. ഇനി ഒരു മീഡിയം സൈസുള്ള ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് പൾസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു സഹായം വേണം. ആ സഹായത്തിന് വേണ്ടിയിട്ട് ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊമേഴ്സ് ഓയിലോ റിഫൈൻഡ് ഓയിലോ ചേരാത്ത എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 4 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലൊരു പേസ്റ്റ് രൂപത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ അരച്ചെടുക്കണം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ അതാ നമ്മൾ വിചാരിച്ച പോലെ നല്ലൊരു പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇത് തഹീന പേസ്റ്റ് എന്നൊരു രൂപത്തിൽ ഇതുപോലെ വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിതിനെ സോസാക്കി എടുക്കാം. അപ്പോൾ സോസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ ചേർക്കണം. അപ്പോൾ ആദ്യം തന്നെ ഒരു ചെറുനാരങ്ങ ഞാൻ പിഴിഞ്ഞെടുക്കുകയാണ്. 1 കപ്പ് തൈനയിലേക്ക് 1 ടീസ്പൂണ് വെളുത്തുള്ളിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ജീരകം പൊടിച്ചത്, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. പുളിക്ക് വേണ്ടിയിട്ട് നമുക്ക് വിനാഗിരിയോ അല്ലെങ്കിൽ ആപ്പിൾ സൈഡർ വിനെഗറോ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നും കൂടെ വെള്ളം ഒഴിച്ച് ലൂസാക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് ഉപ്പും പുളിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളമിട്ട് മിക്സ് ചെയ്യാതെ കുറേശ്ശെ വെള്ളം ഇട്ടിട്ട് മിക്സ് ചെയ്താൽ മതി. ഇടയ്ക്കൊരു 4-5 ഐസ് ക്യൂബ് കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ അത് നല്ലൊരു ക്രീമി ടെക്സ്ചർ കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിങ്ങനെ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഒരു സോസിൻ്റെ പാകം തിക്നെസ് വരുമ്പം ഒരു സ്റ്റോറിംഗ് ബോട്ടിലേക്ക് മാറ്റിയാൽ മതി. ഇതിപ്പോൾ ഞാനൊരു പാകം തിക്നെസ്സിൽ എടുത്തിട്ടുണ്ട്. സ്പൂൺ കൊണ്ട് ഇതുപോലെ നമുക്ക് തിക്നെസ് നോക്കിയിട്ട് ഒരു സ്റ്റോറിംഗ് ബോട്ടിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് മുകളിൽ വെള്ളം മാത്രം ഊറി വരികയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വിശാലമായ പാത്രത്തിലേക്ക് ഒഴിച്ചത് കേട്ടോ, ഇളക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതുപോലെ തഹീന ചെയ്ത് നോക്കൂ. നമുക്ക് ബർഗറിലേക്ക്, സാൻഡ്വിച്ചിലേക്കൊക്കെ ഉപയോഗിക്കാം. ഇപ്പോൾ കോമൺ ആയിട്ട് സലാഡിലേക്ക് 1-2 ടീസ്പൂണൊക്കെ ഉപയോഗിക്കാം കേട്ടോ. സ്ഥിരം സലാഡ് കഴിക്കുന്നതിൽ നിന്ന് നമുക്ക് നല്ലൊരു ക്രീമി ടെക്സ്ചർ കിട്ടും. അതേപോലെ നമ്മൾ ഡയറ്റിൽ നിന്നുകൊണ്ട് തന്നെ ഓംലേറ്റോ അല്ലെങ്കിൽ നമുക്ക് സോസ് ചേർത്തിട്ട് കഴിക്കാമെന്ന് തോന്നുന്നോ എന്തിലേക്കും നമുക്കിത് ആഡ് ചെയ്യാം. അപ്പോൾ റംസാനൊക്കെ അല്ലേ വരുന്നത്, ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഞാനിത് ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ ശരി, എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.